ഗോൾഡൻ ബീറ്റ്സിന്റെ നേതൃത്വത്തിൽ സുരേഷ് സ്മൃതിയും സംഗീത സന്ധ്യയും സംഘടിപ്പിച്ചു. കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ നടന്ന പരിപാടി സിനിമ സീരിയൽ താരം വിനോദ് കോവൂർ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇവിടെ വെച്ച് ഈ പരിപാടി ചെയ്തതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ ഈ ആംഫി തിയേറ്റർ കാണാനുള്ള ഒരു ഭാഗ്യവും എനിക്കുണ്ടായി. ഇങ്ങനൊരു തിയേറ്റർ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ ശരിക്കും ഒത്തിരി പേർക്ക് ഇപ്പം ഇവിടെയൊക്കെയാണ് ശരിക്കും ഇരുന്ന് ആളുകൾ കാണേണ്ടത്. ഈ വിരിപ്പിടം അതിനുള്ളതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. പക്ഷേ ചൂട് കാരണം അവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എനിക്ക് വളരെ അഭിമാനം തോന്നുന്നൊരു നിമിഷം, പല കലാകാരന്മാരും മരണപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ പലരും. ആ സുഹൃത്തുക്കൾ മരണപ്പെടുന്നതോടെ അവരുടെ ഭാര്യമാർ ഒറ്റപ്പെടുകയാണ്. അവർ പിന്നെ ഒരു മുൻനിരയിലേക്ക് വരില്ല. അവരിങ്ങനെ പിൻവലിഞ്ഞ് ജീവിതത്തിൽ ഒരു ഒളിച്ചോട്ടമാണ് കാണാറ്. പക്ഷെ ഇവിടെ ശ്രീജിയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇവിടെ പ്രസംഗിച്ചവരെല്ലാം പറഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ വേർപാടിൽ നിന്നും ഭർത്താവിൻ്റെ ആ ട്രൂപ്പ് അതിപ്പോഴും ശ്രീജ കൊണ്ടു നടക്കുന്നു എന്നറിയുമ്പോൾ സ്വർഗത്തിലിരുന്ന് സുരേഷ് അത് കാണുമ്പോഴുള്ള സന്തോഷം അത് ഞാൻ മനസ്സിലാക്കുന്നു. സുരേഷിൻ്റെ മരണം ശരിക്കും വേദനാജനകമാണ്. പ്രസിഡന്റ് രാജൻ പൈനാട്ട് അധ്യക്ഷനായി. PR ബാബു അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫ്ലവേഴ്സ് TV പട്ടുറുമാൽ ഫെയിം ഷമീർ ഷാ മുഖ്യാതിഥിയായി. VM ജോണി, ഡോക്ടർ ജോസ് ഊക്കൻ, TK ഗംഗാധരൻ, PA സീതി മാസ്റ്റർ, PT മാർട്ടിൻ, പ്രീമിയർ ഇബ്രാഹിംകുട്ടി എന്നിവർ സംസാരിച്ചു.